ഫ്ലവേഴ്സ് ടിവി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. സുപ്രീം കോടതിയിൽ വിചിത്രവാദങ്ങളുമായി സിദ്ദീഖ്. ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആരോപണങ്ങളുമായി നടൻ സിദ്ദീഖ്. താരസംഘടന അമ്മയും WCCയും തമ്മിലെ തർക്കത്തിന്റെ ഇരയാണ് താൻ. ശരിയായ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ പ്രതിയാക്കിയതെന്നും സിദ്ദീഖ് പറയുന്നു. സിദ്ദീഖിന്റെ വാദങ്ങളോട് യോജിക്കാൻ കഴിയില്ലെന്ന് ദീദി ദാമോദരൻ 24-നോട് പ്രതികരിച്ചു. ഹൈക്കോടതിയിൽ സിദ്ദീഖിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ പരാതിക്കാരിക്കെതിരായ ആരോപണങ്ങളെ കേന്ദ്രീകരിച്ചാണ് വാദമുന്നയിച്ചത്. എന്നാൽ മലയാള സിനിമയിലെ സംഘടനകൾ തമ്മിലുള്ള ചേരിപ്പോരിന്റെ ഇരയാണ് സിദ്ദീഖ് എന്നാണ് സുപ്രീം കോടതിയിൽ വാദിക്കുക. താരസംഘടനയായ അമ്മയും WCCയും തമ്മിൽ നടക്കുന്ന തർക്കത്തിന്റെ ഇരയാണ് താനെന്നാണ് സിദ്ദീഖ് സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയിൽ വിശദീകരിച്ചിരിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ പോലീസിനെതിരെയും ആരോപണമുണ്ട്. ശരിയായ അന്വേഷണം പോലും നടത്താതെയാണ് ബലാത്സംഗ കേസിൽ പ്രതിയാക്കിയതെന്നാണ് ആരോപണം. സിദ്ദീഖായാലും ആരായാലും നിയമത്തിന് മുന്നിൽ വേർതിരിവില്ലെന്നും സിദ്ദീഖിന്റെ വാദത്തോട് യോജിക്കാൻ കഴിയില്ലെന്നും ദീദി ദാമോദരൻ 24-നോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഡിഫൻസിന് എന്ത് വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. അദ്ദേഹത്തിന് ഇപ്പോൾ സ്വയം ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണല്ലോ അദ്ദേഹം നിൽക്കുന്നത്. WCC ഏതെങ്കിലും പ്രത്യേകമായിട്ട് വ്യക്തികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളെയോ പേരെടുത്ത് പറഞ്ഞ് അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷിക രഞ്ജിത റോത്തക്കി കോടതി രജിസ്ട്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതിജീവിതയും സംസ്ഥാന സർക്കാരും സിദ്ദീഖിന്റെ ജാമ്യാപേക്ഷയ്ക്കെതിരെ തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. 24 ഡൽഹി.